നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതുണ്ടായാൽ പിന്നെ ഈ പറഞ്ഞ ദുഃഖത്തിന് ഇടയുണ്ടാവില്ലല്ലോ. കഴിയുന്നത്ര പണം ഞങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്ര പണം ഉണ്ടാക്കാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ല. അതറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് വേണ്ടത് 50 ലക്ഷം രൂപയാണ്. ബെറ്റില്ലേ ഞാൻ ജയിക്കും. അപ്പോ വാ, നമ്മളിവിടെ നിന്ന് രതിക മേഡത്തിന് ഡിസ്റ്റർബ് ആവണ്ട. പോട്ടെ ചേച്ചി. രാജുവേട്ടൻ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? രതിക മേഡം പോയി കഴിഞ്ഞാ പിന്നെ എന്നോട് അടികൂടാനും എന്നെ വഴക്ക് പറയാനും ഈ വീട്ടിൽ ആരാ ഉള്ള? എനിക്ക് വല്ലാതെ വിഷമം വരുന്നു. അപ്പോ ചേച്ചി പോകുന്നതിൽ എനിക്കും വിഷമമുണ്ട് രാജുവേട്ട. കൺമുന്നിലൂടെ ഓരോന്നോരോന്നായി നടക്കുന്നത് വെറും കാഴ്ചക്കാരനായി കണ്ടു നിൽക്കുന്നതിന്റെ വേദന എന്താണെന്ന് അമ്മയ്ക്ക് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്തു തരണം. കല്യാണവും കഴിഞ്ഞ് അശ്വിന്റെ കൂടെ അവള് US പറക്കുമ്പോ എയർപോർട്ടിൽ ചെന്ന് ടാറ്റ കാണിക്കാൻ എന്റെ വിധി എന്നാ തോന്നുന്നത്. ഈ അംബിക ഇവിടെ ഉള്ളപ്പോഴോ? ഈ നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. US അശ്വിൻ തിരിച്ച് ഫ്ലൈറ്റ് കയറാനായിട്ട് പോകുമ്പോ ദേ നീ വേണമെങ്കിൽ പോയി യാത്രയപ്പ് നടത്തിക്കോ. പക്ഷേ ഋതിക അവനൊപ്പം കാണില്ല, നിന്റെ ഒപ്പം ആയിരിക്കും. നീ ചാർത്തിയ താലിയും കഴുത്തിലണിഞ്ഞ് നിന്റെ ഒപ്പം. ഋതികയുമായുള്ള അശ്വിന്റെ വിവാഹമല്ല, നിന്റെ വിവാഹം നടക്കൂ. ഞാനത് നടത്തിയിരിക്കും. നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ ഒപ്പം പഠിച്ച കുമാരനില്ലേ, ക്ഷേത്രത്തിനടുത്ത് ചായക്കട നടത്തുന്നത്, അവന്റെ മകള് മരിച്ചുപോയി. അയ്യോ, ആ കുട്ടിക്ക് എന്ത് പറ്റി? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തോ പ്രേമനൈരാശ്യം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു കാര്യത്തിലും സമാധാനപ്പെടാൻ അറിയില്ലല്ലോ. നമ്മുടെ സ്ത്രീയുടെ കാര്യം ആലോചിക്കുമ്പോ പേടിയാവാ. നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു വിട്ട അവളെന്തെങ്കിലും അഭിവേഗം കാണിക്കുന്ന. അങ്ങനെയൊന്നും വാവുണ്ട് പറയല് വേണിച്ചേട്ടാ. നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ദാരിദ്ര്യം, മാറാത്ത നമ്മുടെ ദാരിദ്ര്യം കാരണമല്ലേ കുട്ടികളുടെ ആഗ്രഹത്തിന് നമ്മളെതിരേക്കണത്. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് ചെന്ന് നമുക്ക് രുക്മിണിയുടെ മുമ്പിൽ സംസാരിക്കായിരുന്നു. നമ്മുടെ മോൾക്കെന്തെങ്കിലും ബുദ്ധിമോശം തോന്നുമെന്ന് എനിക്ക് പേടിയാവുന്നു രാധേ. വേണുവേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. രുക്മിണിയോട് ഞാൻ സംസാരിച്ചു. രമ്യ രാജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെങ്കിൽ ശ്രീയെ ഹരീഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് രുക്മിണി എന്ത് പറഞ്ഞു? ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് നമ്മൾ ആശുപത്രിയിലൊക്കെ ആയിരുന്നില്ലേ, അക്കാര്യം രുക്മിണിയോട് ചോദിക്കാൻ പിന്നെ എനിക്ക് സമയവും കിട്ടിയില്ല. എന്റെ ചങ്കരപ്പടുപ്പ് കാരണം ഒരു സമാധാനമില്ല. രമ്യയും രാജുമായിട്ടുള്ള വിവാഹം അവർക്ക് സമ്മതമാണല്ലോ. എന്തായാലും രുക്മിണി സമ്മതം മൂടുന്ന എന്റെ മനസ്സ് പറയണു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പൊ തന്നെ രുക്മിണിയെ കാണാൻ പോയാലോ? വേണ്ട, ഇപ്പൊ രാത്രി ഒരുപാടായില്ലേ. ഒരു ശുഭകാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ അവിടെ ചെന്ന് കയറണത്. അത് ഈ രാത്രിയിൽ വേണ്ട, ഒന്ന് നേരം വിളിക്കട്ടെ. നാളെ രാവിലെ നല്ല നേരം നോക്കി നമുക്ക് പോവാം.
രുക്മിണിയമ്മേ, എന്തു വേണം? ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. ആ, കൊറേയൊക്കെ സംസാരിച്ചു കഴിഞ്ഞതല്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. അതെ, എന്നാലും ഒന്നുകൂടി. ഞാൻ ഇത്തിരി തിരക്കിലാണെന്ന് കണ്ടില്ലേ? രുക്മിണിയമ്മ എത്ര വേണമെങ്കിലും തിരക്ക് കൂട്ടിക്കോ. ഈ തിരക്ക് കഴിഞ്ഞിട്ട് സംസാരിച്ചാ മതി. ഞങ്ങൾക്കൊരു തിരക്കുമില്ല. ആ, എന്നാലും അങ്ങോട്ട് ഇരിക്കേ. അല്ല, എന്താ പറയാനുള്ളത്? ശ്രീയുടെയും ഹരീഷിന്റെയും കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവണം. തീരുമാനം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഒരു ബന്ധം, അതിലൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോ പണ്ട് തറവാട്ടിൽ ആനയുണ്ടായിരുന്നു, കുടുംബത്തിൽ കളക്ടർ ഉണ്ടായിരുന്നു, മന്ത്രിയുടെ PA ആണ് എന്നൊക്കെ പറഞ്ഞ തീരില്ല. പണം, പണമാണ് സ്റ്റാറ്റസ് നിശ്ചയിക്കുന്നത്. ഞാൻ പറയുന്ന പണം, അത് തന്നാൽ മറ്റു ചോദ്യങ്ങളൊന്നുമില്ല. ഞാൻ ചോദിച്ച പണം ഉണ്ടോ തരാൻ? ഞങ്ങൾക്ക് ആവുന്ന മട്ടിലൊക്കെ തരാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ അത് പിന്നീട് കല്യാണത്തിന് ശേഷം തന്ന് തീർത്തോളാം. ഇല്ല, കടം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. രൊക്കം പണം, ചിട്ടിക്കായാലും കുട്ടിക്കായാലും അതിൽ വിട്ടുവീഴ്ചയില്ല. എന്റെ മകൻ സ്ത്രീധനമായി ചോദിക്കുന്ന പണം ഈ സമൂഹത്തിൽ എന്റെ വിലയാണ്, അല്ലെങ്കിൽ എന്റെ സമ്പാദ്യത്തിന്റെ നിലയാണ്. എന്റെ മകന് സ്ത്രീധനമായി കിട്ടുന്ന ലക്ഷങ്ങള് എന്റെ അവന്റെ സ്റ്റാറ്റസ് ആണ്. അതിലൊരു കുറവും വന്നൂടാ. രുക്മിണിയമ്മയ്ക്ക് ഒരു മകൻ മാത്രമല്ല, മകളും കൂടെ ഉണ്ടല്ലോ. ഇങ്ങനൊരു സാഹചര്യം അവൾക്കാണ് വന്നതെങ്കില് എങ്കില് ഞങ്ങൾ ഈ അനുഭവിക്കുന്ന മനോവിഷമം രുക്മിണിയമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു. മകനെയും മകളെയും ഞാൻ ഒരുപോലെയാ കണ്ടിട്ടുള്ളത്. അതിലൊരു ഏറ്റക്കുറിച്ചിലും ഇല്ല. മകൻ എത്ര സ്ത്രീധനം വേണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളുടെ കാര്യം വരുമ്പോ അത്രയോ അതിൽ കൂടുതലോ ഞാൻ കൊടുക്കും. എന്നുവെച്ചാ ആൺകുട്ടിയും പെൺകുട്ടിയും ഞാൻ കാണുന്നത് ഒരേ തരത്തിലാണെന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ? രുക്മിണിയമ്മയുടെ വീട്ടിലെ സൗകര്യങ്ങൾ കണ്ടിട്ടല്ല ഞങ്ങൾ ഇത്ര താണപേക്ഷിക്കുന്നത്. നിങ്ങളുടെ മോനും ഞങ്ങളുടെ മോളും തമ്മിൽ ഇഷ്ടമായതുകൊണ്ടാ. ആ ഇഷ്ടത്തെ മാനിച്ചെങ്കിലും നിങ്ങൾ അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഇഷ്ടം, എന്റെ മകന്റെ ഒരിഷ്ടവും എന്റെ ഇഷ്ടത്തിന് മുകളിലല്ല. ഏതിഷ്ടം നടക്കണം, ഏതിഷ്ടം മുടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ തീരുമാനം ഈ വീട്ടിൽ നടപ്പാവൂ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കുട്ടിയുടെ കാര്യമാണ്. മനസ്സറിഞ്ഞ് ഒരാളെ സ്നേഹിക്കുന്നതിന്റെ പേരില് അവള് ദുഃഖിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം. അവള് ദുഃഖിക്കാതിരിക്കാൻ നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. ഞാൻ ആവശ്യപ്പെട്ട പണം നിങ്ങൾ ഉണ്ടാക്കണം. അതുണ്ടായാൽ പിന്നെ ഈ പറഞ്ഞ ദുഃഖത്തിന് ഇടയുണ്ടാവില്ലല്ലോ. കഴിയുന്നത്ര പണം ഞങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്ര പണം ഉണ്ടാക്കാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ല. അതറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് വേണ്ടത് 50 ലക്ഷം രൂപയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.